ഹായ്, അപ്പോൾ ട്രാവൽ വെർഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മുടെ 15ാമത്തെ രാജ്യമായ ജോർജിയയിലേക്കാണ് കയറാൻ പോകുന്നത്. സോ ജോർജിയയിലേക്കുള്ളതാ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടേശിയിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് 4 days മാത്രമേ ഉള്ളൂ. എല്ലാവരും പോകുന്ന സ്ഥലമാണ് ജോർജിയയിൽ നമ്മൾ ഇതുവരെ ആരും പോകാത്ത കുറച്ചൊരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. ഇപ്രാവശ്യം നമ്മളെ ടിബ്ലിസി അങ്ങനത്തെ നോർമൽ ഏരിയാസൊക്കെ വിട്ടിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് പിടിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ്സ് കാണാം. 4 days ടൂർ മാത്രമാണ്. സോ സി യു അറ്റ് ജോർജിയ. അബുദാബിയിലെ ഈ എയർപോർട്ട് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതിൽ ട്രാവൽ ചെയ്യുന്നത്. ഇവിടുത്തെ വരുന്ന ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര വലിയ എയർപോർട്ടാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതുപോലെ ലോഞ്ചും നല്ല അടിപൊളി ലോഞ്ചായിരുന്നു. പേൾ ലോഞ്ചൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 6:00 നമ്മൾ ഫ്ലൈറ്റ്. ജോർജിയയും യുഎയും ഓൾമോസ്റ്റ് സെയിം ടൈമിംഗ് ആണ്. സോ നമ്മുടെ അവിടുത്തെ എത്തിയിട്ട് നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിട്ടോ. അതായത് ഒരു 7 minutes ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ എത്തിട്ടോ. അങ്ങനെ നമ്മുടെ 15ാമത്തെ രാജ്യമായ ജോർജിയയിലെത്തി. നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കുട്ടേശിയിലാണ് ലാൻഡ് ചെയ്തത്. ആക്ച്വലി എന്നോട് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. വിസൻ്റെ പ്രൊസീജിയേഴ്സ് പറയുകയാണെങ്കിൽ UAE റെസിഡൻസ് ഉള്ള ആളുകൾക്ക് ഓണറേബിളാണ്. ശ്രദ്ധിക്കുക, നമ്മളെ പാസ്പോർട്ടിന് 6 month വാലിഡിറ്റിയും വിസയ്ക്ക് 3 മാസം വാലിഡിറ്റി ഉണ്ടാവണം. ആക്ച്വലി ഹോട്ടൽ ബുക്കിംഗ് UAE കയറുമ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ എന്നുള്ളത്. ഇവിടെ എത്തിയപ്പോൾ അവർ ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തരാൻ മാത്രമാണ് ചെയ്തത്. എമിറേറ്റ്സ് ആയിട്ട് മാത്രമേ ചോദിച്ചുള്ളൂ. ബട്ട് റിമെമ്പർ, ഹോട്ടൽ ബുക്കിംഗ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. സോ നല്ല വെൽ മെയിൻറ്റൈൻഡ്, എന്താ പറയുക, വെൽ ഡെവലപ്ഡ് എയർപോർട്ടാണ് കേട്ടോ കുട്ടേശിയിലുള്ളത്. സോ ഇതാണ് കുട്ടേശിയിൽ നമ്മൾ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ റെൻ്റ് കാർ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതുപോലെ സിം കാർഡ്സ് കാണാം. ഇവിടെ സിം കാർഡ്സ് വലിയൊരു പേയ്മെൻറ്റ് ഇല്ല കേട്ടോ. നമുക്ക് 3 days ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻ്റർനെറ്റ് വളരെ ഫ്രീ ആണ്. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തുള്ളത്. 3 days പാക്കേജ് ഉണ്ട്, 7 days പാക്കേജ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ്. 5 days 11 ജെൽ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 15 dirhams അത്രയ്ക്ക് വരുന്നുണ്ടോ. ഞാൻ കറൻസി UAE കുറച്ച് ഡോളേഴ്സ് ആക്കിയാണ് കൊണ്ടുവന്ന് കുറച്ച് മാത്രമേ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. എയർപോർട്ടിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ട് നമുക്ക് കറൻസി നോക്കിയിട്ട് മാറ്റണം. ഓൾമോസ്റ്റ് 10:00 വിസ കറക്റ്റ് ടൈമിനായിരുന്നു. എടുക്കാൻ ഒരു 20 minutes ലേറ്റ് ആയെങ്കിൽ എക്സാക്ട് ടൈമിൽ നമ്മളവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ 10:00 ആയപ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്തെത്തി. നിങ്ങൾക്ക് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുത്തെ ഒരു ബോൾട്ട് ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് റൂമിലേക്ക് പോകണം. ഇനി നമ്മൾ റൂമിലെത്തി സ്റ്റേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ നൈറ്റാണ് ലാൻഡ് ചെയ്ത്. നാളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഹായ്, ദിസ് ഈസ് ക്യാമറ വ്ളോഗിങ്. അപ്പം നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. വെരി ഈസിയാണ് വരുന്നത്. അതാണ് നമ്മുടെ ആളുകൾക്ക് ഇത്രയധികം ജോർജിയ. കാരണം ജോർജിയയിൽ ഇറങ്ങാൻ ഒരു പൈസ ചെലവില്ല. ടിക്കറ്റ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ ഹിന്ദി. മുമ്പ് ഇവിടെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് പറയാനാണ് കേട്ടോ. ബോൾട്ട് ആപ്ലിക്കേഷന് ഭയങ്കര ഇതാട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര, ഞാൻ അസർബൈജാനിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സം ഓഫ് ദ ചീപ്പസ്റ്റ് എന്ന് പറയാൻ പറ്റും. പുറത്തിറങ്ങാൻ ബുക്ക് സിം എടുക്കാം, ബുക്ക് ചെയ്യാം. Mesti ashi rodis abreb tsasulash. When are you going to go to the USA? Mestia. Tomorrow. ട്രാൻസ്ലേഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ ആപ്ലിക്കേഷനിലാണ് നമ്മൾ സംസാരിച്ചത്. സേഹായ് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ സേഹായ് ട്രാൻസ്ലേറ്റ് നമ്മളിപ്പോൾ സംസാരിച്ചത്. നമ്മൾ സംസാരിച്ചു നല്ല ആള് ഭയങ്കര ക്ലീൻ ആണ്. എനിക്കൊരു സ്ഥലത്തിന് പേര് ഞാൻ ഒരാൾക്ക് മലയാളത്തിൽ മെസ്സേജ് അയക്കുന്ന സ്ഥലം കേട്ടിട്ട് എന്നോട് ചോദിച്ചു ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് ഈ പ്രൈസ് ആണ്. പക്ഷേ മൂപ്പർക്ക് 2 ദിവസം കഴിഞ്ഞൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ എനിക്ക് ചെറിയ പൈസ കൊടുത്താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ മുമ്പ് പറഞ്ഞു. പക്ഷെ ഡേറ്റ് വെക്കുന്നില്ല. പിന്നെ അവർക്ക് ഓൾറെഡി വേറെ പോകാനുണ്ട്. ബട്ട് ട്രാൻസ്ലേഷൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വോയിസ് നല്ല കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. საქართველოში არის მრავალი სახეობის საკვები. აი თუ კი მიირთმევთ ღორის ხორცს, არის ხინგალი, ხაჭაპური, ხაშლამა, ჩაშუშული, ჭმერული და ასე შემდეგ. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ റെക്കമെൻഡ് ചെയ്യാനുള്ളത് പറഞ്ഞിരുന്നു. Feed the many types of warm wool. EA. If you eat pork, there is no pork. Kali, kachapuri, kaslama, stewed, smoked, etc., etc. Tracks. No, okay. అలాగే సంసారి జోగటో. არის შეიძლება მონახოთ ცხრის ხორციდან გაკეთებული ხინგალიც კი შეიძლება რომ მონახოთ. და არის ხინგალი Fine, it was made from lamb meat. You can even find hinkali, or there is hinkali with mushroom sort cheese. കിൻഖാലി. ഓക്കെ.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ സ്ഥലത്ത് നിർത്തി കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതാണ് ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ഇവിടുന്ന് അതിൻ്റെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങി ഹോസ്റ്റലിൽ പിടിക്കേണ്ട ദിവസം ഓൾറെഡി ലേറ്റ് ആയി. ഓക്കെ, അപ്പം ആശ നല്ല ആളാണ് കേട്ടോ. ഇപ്പം ഇവിടെ നിർത്തി തന്നു, ഒരു പ്രശ്നമില്ല. സാധനം വാങ്ങിയാൽ മതി കാരണം ഞാൻ ട്രാൻസ്ലേഷനിൽ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഷോപ്പ്. ഓൾമോസ്റ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വേറെ കഴിക്കാന്ന് വെയിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഭയങ്കര നല്ല ഒരു ആളാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നില്ല ചേഞ്ച് ആയിട്ട്. അപ്പോൾ അവന് ഹോസ്റ്റലിൽ വെയിറ്റ് ചെയ്ത് അവർ ക്യാഷ് കൊടുത്തു, ഞാൻ അവർക്ക് തിരിച്ച് പേ ചെയ്യാമെന്ന് പറഞ്ഞു. സോ അത്രേ ഉള്ളൂ. ആള് ഭയങ്കര ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ. ഇപ്പം എങ്ങനെയൊക്കെ ഒപ്പിച്ച് സംസാരിച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു മാക്സിമം. ഓക്കെ, ബൈ ദാവേദ്, ഗുഡ് നൈറ്റ്. ഹായ്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിട്ടോ. ഇതാണ് നമ്മുടെ ദ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഹോസ്റ്റൽ കേട്ടോ. ആക്ച്വലി വെറും 20 ദിറംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു ജീനിയസ് ബുക്കിങ്ങിൽ അങ്ങനെ കിട്ടിയതാണ്. 20 ദിറംസ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സിറ്റിയിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല പ്രൈസ് ആയിരുന്നു കിട്ടിയത്. അതുപോലെ നമ്മുടെ ഇപ്പോൾ കൊണ്ടുവിട്ട നമ്മുടെ ടാക്സിൻ്റെ ആള് ഞാൻ ഹോസ്റ്റലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ ടാക്സിൻ്റെ ആളിൽ കയ്യിൽ ഞാൻ ക്യാഷ് ആയിരുന്നു ആപ്ലിക്കേഷന് ബുക്ക് ചെയ്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുള്ളി ഉള്ളിൽ വന്ന് നമ്മുടെ ഹോസ്റ്റലിൽ സംസാരിച്ചിട്ട് ഇവരുടെ ക്യാഷ് കൊടുത്തു. പകരം ഞാൻ ഇവർക്ക് പേ ചെയ്തു. പക്ഷെ എനിക്ക് എന്താ പറയുക, വന്നപ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. തന്നെ ഫുഡ് കഴിക്കാൻ അവിടെ സ്ഥലത്ത് നിർത്തി ഫുഡ് വാങ്ങി തിരിച്ചു വരുന്ന കഴിക്കാൻ നമുക്ക് ഇതുപോലെ ക്യാഷിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ജോർജിയൻ എക്സ്പീരിയൻസ് നല്ല ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഹോസ്റ്റൽ കേട്ടോ, ചെറിയ ഹോസ്റ്റലാണ്. താഴെ നല്ലൊരു കിച്ചണും സംഭവങ്ങളും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം കാത്തു നിൽക്കാനില്ല. നമുക്ക് ലോങ് വേ ടു ഗോ, മെസ്റ്റയിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അബുദാബിയിൽ നിന്ന് കയറി കുറ്റേച്ചിൽ വന്നിറങ്ങി. പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻറ്റ്സും ചോദിച്ചില്ല. ഓണറബിൾ വിസയായിരുന്നു. 0 കോസ്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സിം കാർഡ് എടുത്തു. 11 ജെല്ലിന് 3 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ടില്ല ഹലോ എന്ന് പറഞ്ഞൊരു സിം കാർഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോൾട്ട് ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്തു. ബോൾട്ട് എനിക്ക് 25 ജെല്ലാണ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് വരുന്ന വൈകി ഒരു 5-6 ജെല്ലിൻ്റെ ഒരു കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഹോസ്റ്റലിൽ നമുക്ക് ആയിട്ടുള്ളത് 15 ജെല്ലാണ്, അതായത് 20 ദിറംസാണ് വന്നിട്ടുള്ളത്. സോ അതോടെ നമ്മൾ ഇന്നത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കുന്നു, നേരെ കിടന്നുറങ്ങുന്നു, രാവിലെ എണീറ്റ് പോകുന്നു. So let's explore Georgia.